ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ റിയൽ നമ്പേഴ്സ്, ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, അതിലെ പ്രൈം ഫാക്ടറൈസേഷൻ, ഫാക്ടർ ട്രീ മെത്തേഡ് അങ്ങനെയുള്ള HCF LCM അങ്ങനെയുള്ള ഇതെല്ലാം പഠിക്കാം. അത് ഈ പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് റിയൽ നമ്പേഴ്സിന്റെ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ഹാവ് 1 and the number itself are factors of that number. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ആർ കോൾഡ് പ്രൈം നമ്പേഴ്സ്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം 3. 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം. ഫാക്ടേഴ്സ് ആണ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. 4 പ്രൈം അല്ല. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാ പറയാ. അതുകൊണ്ട് 4 പ്രൈം അല്ല. 5ന്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം. 6 കോമ്പോസിറ്റ് നമ്പർ ആണ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. 7 അതിന്റെ ഫാക്ടേഴ്സ് 1ഉം 7ഉം. 8 കോമ്പോസിറ്റ് ആണ്. 9ഉം കോമ്പോസിറ്റ് ആണ്. അതിന് 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 11 പ്രൈം നമ്പർ ആണ്. 1ഉം 11ഉം. 13 പ്രൈം നമ്പർ ആണ്. 1ഉം 13ഉം ആണ് അതിന്റെ ഫാക്ടേഴ്സ്. 14 കോമ്പോസിറ്റ് ആണ്. 15 16 17. ഇത് പ്രൈം നമ്പേഴ്സ്, ഭാജ്യ സംഖ്യകൾ. ഇതിനെപ്പറ്റി പറയാൻ കാരണം ഈ ചാപ്റ്ററിൽ ഇത് പഠിക്കുന്ന പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കുന്നുണ്ട്. അതിന് പ്രൈം ഫാക്ടേഴ്സ്, പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കണം, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതെല്ലാം പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പ്രൈം നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ഹാവ് 1 and the number itself are the factors are called prime numbers. Example, 2ന്റെ ഫാക്ടേഴ്സ് 1 2, 3യുടെ ഫാക്ടേഴ്സ് 1 3, 5ന്റെ ഫാക്ടേഴ്സ് 1 5, 7ന്റെ ഫാക്ടേഴ്സ് 1 7 മാത്രം, 11ന്റെ 1 11, 113, 17 117. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ് അതർ ദാൻ പ്രൈം നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ്, numbers which have more than 2 factors. 2 കൂടുതൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. more than 2 factors are called composite numbers. ഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതായത് എക്സാമ്പിൾ 4, അതിന്റെ ഫാക്ടേഴ്സ് 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 2ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 4ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും. മോർ ദാൻ 2 ഫാക്ടേഴ്സ്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് 6, 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 2ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 3ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 6ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും. ഫാക്ടേഴ്സ്, 6ന്റെ ഫാക്ടേഴ്സ്. 8, 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 2ന്റെ ഫാക്ടേഴ്സ് ഓഫ് 8 1 2 4 and 8. 4 ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതായത് 2 ഘടകങ്ങളിൽ കൂടുതൽ, 2 ഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതിനെ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. ഈ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അത് പറഞ്ഞിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും.
അതായത് ഒരു വലിയ സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സംഖ്യ പൂർണ്ണമായിട്ട് ഡിവിസിബിലിറ്റി ബൈ 3 ഓർ 9 പൂർണ്ണമായിട്ട് 3 വെച്ച് അല്ലെങ്കിൽ 9 വെച്ച് ഡിവിസിബിൾ ആണോ അതിനുശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു റൂള്. ഈ ആ സംഖ്യയുടെ എത്ര വലിയ സംഖ്യ ആണെങ്കിലും ആ സംഖ്യയുടെ ഇഫ് ദ സം ഓഫ് ഓൾ ഡിജിറ്റ്സ് if the sum of all digits of a number if the sum of all digits of a number is divisible by 3 or 9 divisible by 3 or 9 or is a multiple of 3 or 9, then that number is then എൻ്റെ സം എല്ലാം കൂടെ ആ ഡിജിറ്റ്സിന്റെ സം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 3യുടെ അല്ലെ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 or 9 ആണെങ്കിൽ then that number is exactly divisible by 3 or 9. For example നോക്കാം 9 3 0 6. Sum of digits 9 plus 3 plus 0 plus 6 18. This number 9306 is divisible by 3 or 9. ഇതിന്റെ ഈ 18 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. രണ്ടിന്റെ ടേബിൾ എഴുതിയാൽ നമുക്ക് ഇത് കിട്ടുന്നതാണ്. വേറൊരു എക്സാമ്പിള് $6,030. അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. 6 plus 0 plus 3 plus 0 equal to 9. ഈ 9 that is a multiple of 3 and 9. അതുകൊണ്ട് 6030 is a exactly divisible by 3 or 9. ഒന്നും കൂടെ പറയാം. divisibility by 3 or 9. 3 വെച്ചല്ല 9 വെച്ച് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ. if the sum of all digits of a number is exactly divisible by 3 or 9 or a multiple of 3 or 9 then that number is exactly divisible by 3 or 9. Example 4509. Then we find the sum of all the digits. 4 plus 5 plus 0 plus 9 equal to 18 is a multiple of 3 or 9. Therefore, this number 4509 is exactly divisible by 3 or 9. Once more.
ഡിവിസിബിലിറ്റി ബൈ 3 or 9 ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു വലിയ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് 3 കൊണ്ട് അല്ലെങ്കിൽ 9 കൊണ്ട് വിശേഷം ഹരിക്കാൻ പറ്റുമോ? 3 or 9 ഡിവിസിബിലിറ്റി ബൈ 3. ആ സംഖ്യയുടെ എല്ലാ അക്കങ്ങളുടെയും തുക ഒരു 3യുടെ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതിനെ 3 കൊണ്ട് അല്ലെങ്കിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യ, വലിയ സംഖ്യയെ 3 or 9 വെച്ച് കട്ട് ചെയ്ത് സ്മാൾ ആക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് divisibility by 3 or 9, if the sum of all digits of a number is exactly divisible by 3 or 9, then that number is exactly divisible by 3 or 9. വേറെ ഒരു ഉദാഹരണം കൂടെ നോക്കാം. 5, 6, 1, and the sum of digits 5 plus 6 plus 1 plus 0, 12. That is, this 5610 is exactly divisible by 3. ഇത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടും. 3 പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിള് 7, 5, 0, 6. 7 plus 5 plus 0 plus 6 equal to 18. Then this number 7506 is, that is equal to 18. 18 is a multiple of 3 or 9. Is a multiple of 3 and 9. That is exactly divisible by 3 and 9. 3 വെച്ചും exactly divisible ആണ്. അതെങ്ങനെ നോക്കാം? ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3യുടെ അല്ലെങ്കിൽ 9ന്റെ ഫാക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 2 എല്ലാവർക്കും അറിയാം. ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിനെ 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിവിസിബിലിറ്റി ബൈ 2 അറിയാം, 3 അറിയാം. ഡിവിസിബിലിറ്റി ബൈ 4 ഇങ്ങനെ ചെക്ക് ചെയ്യുക. If the last two digits in that number is exactly divisible by 4, or a multiple of 4, exactly divisible by 4 വിശേഷമായിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? or a multiple of 4, last സംഖ്യ. Then that number is exactly divisible by 4. അതായത് ഒരു സംഖ്യ 4 കൊണ്ട് വിശേഷം വരിക്കാൻ പറ്റുമോ? 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക? വലിയ സംഖ്യ എടുക്കാം. 11,424. Then last two digits, അതായത് 24. Last two numbers 24. 24 is exactly divisible by 4. Therefore, this number 11,424 is also divisible by 4. ഈ ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് വേറെ നമ്പർ നോക്കാം. 7, 3, 28. Last number is 28. 28 is a multiple of 4, or it is exactly divisible by 4. Therefore, 7,328 is exactly divisible by 4.
ഡിവിസിബിലിറ്റി ബൈ 4 എങ്ങനെ ചെക്ക് ചെയ്യുക? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആ സംഖ്യയിലെ എത്ര വലിയ നമ്പർ ആയാലും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 4 അല്ലെങ്കിൽ അതിന് 4ന്റെ മൾട്ടിപ്പിൾ ആയാൽ ആ നമ്പർ 4 വെച്ച് നിശേഷം ഹരിക്കാം. 11,424 സം ഓഫ് ഡിജിറ്റ്സ് last 2 digits 24. That number is exactly divisible by 4. Therefore 11,424 is exactly divisible by 4. Next number 7,328, last 2 digits 28 is a multiple of 4. Therefore that number is exactly divisible by 4. If the last 2 digits in that number is exactly divisible by 4, then that number is exactly divisible by 4. That is 7,328, last 2 digits 28. 28 is a multiple of 4. 28 is exactly divisible by 4. Therefore 7,328 is exactly divisible by 4. Divisibility by 5. എല്ലാവർക്കും അറിയാവുന്ന ഞാനൊന്ന് പറഞ്ഞു പോവാം. Divisibility by 5. 5ന്റെ ടേബിൾ ചെല്ലുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? If a number ends in 0 or 5, then that number is exactly divisible by 5. 2,505, 10,000, 11,225. These numbers all ends in 5 or 0. Then these numbers are exactly divisible by 5. ഏത് സംഖ്യ ആണെങ്കിലും 0-ലോ 5-ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5 ആണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, പറഞ്ഞതേ ഉള്ളൂ. ഡിവിസിബിലിറ്റി ബൈ 8. ഒരു വലിയ സംഖ്യ കിട്ടിയാൽ അതിനെ നമുക്ക് 8 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? ഡിവിസിബിലിറ്റി ബൈ 8. If the last 3 digits in the number is a multiple of 8 or exactly divisible by 8, then that number is exactly divisible by 8. ആ വലിയ സംഖ്യ ഏതായാലും അതിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിവിസിബിലിറ്റി ബൈ 8 ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ 11,808. 808 is exactly divisible by 8. That is, this number is divisible by 8. Is divisible by 8. നമുക്ക് 8 വെച്ച് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാവുന്നതാണ്. ഇത് ഏത് വലിയ ക്ലാസ്സിലും പഠിച്ച് മനസ്സിലാക്കിയിരുന്നാലും നല്ലതാണ്. വേറെ 4,800. Last 3 digits 800. This is exactly divisible by 8. Therefore 4,800 is exactly divisible by 8. അതായത് ഈ സംഖ്യ നമുക്ക് 8 വെച്ച് കട്ട് ചെയ്ത് ചെറുതാക്കാവുന്നതാണ്. 8. Divisibility by 8. If the last 3 digits in that number is a multiple of 8 or it is exactly divisible by 8, then that number is exactly divisible by 8. നമുക്ക് എത്ര വലിയ സംഖ്യ ആയാലും അത് ഷോർട്ട് ആക്കാൻ 8 വെച്ച് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് divisibility by 11. Divisibility by 11. If the difference between
the sum of alternate digits of a number. Alternate digits ഒന്നിലോട്ട സംഖ്യകളുടെ സമ്മ് കാണും, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണും. Digits of a number is either 0 or multiple of 11. That is either 0 or 11, 22, 33, 44, etc. Then that number is exactly divisible by 11. സംഖ്യ 11 വെച്ച് കട്ട് ചെയ്യാം. 11 പ്രൈം ആണ്. 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ആ സംഖ്യകളുടെ ഒന്നിട വിട്ടുള്ള സംഖ്യകളുടെ സമ്മ് കാണുക, തുക കാണുക, ആകത്തുക കാണുക, എന്നിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, ആ സമ്മുകൾ തമ്മിലുള്ള വ്യത്യാസം മൈനസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് 11, 22, 33, 33, 44, etc. Then that number is exactly divisible by 11. Example, $1,210. Sum of alternate digits. Sum 1 plus 1 equal to 2. ഒന്നിലോട്ടുള്ള സംഖ്യകൾ. 2 plus 0 equal to 2. ഈ 2ഉം ഈ 2 ഈ സമ്മുകൾ തമ്മിലാണ് ഡിഫറൻസ്. നമുക്ക് 2 minus 2 എത്ര കിട്ടും? 0. ഇവിടെ ഡിഫറൻസ് 0 ആയി കിട്ടിയ സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് തമ്മിലുള്ള സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് 0 ആയി കിട്ടി. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 1210 അതിനെ നമുക്ക് 11 കൊണ്ട് നിശേഷമായിരിക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നാൽ കണക്കുകൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡിവിസിബിലിറ്റി ബൈ 11 എന്നുകൂടെ പറയാം. 11. If the difference between the sum of alternate digits ഒന്നിലോട്ടുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുക, വലിയ സംഖ്യകൾ alternate digits of that number is either ഒന്നുകിൽ ആ ഡിഫറൻസ് 0 ആവുക, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് 11, 22, 33, 44, etc. Then that number is അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ that number is exactly divisible by 11. Example, ഈ നമ്പറിന്റെ ഒന്നിലോട്ടുള്ള സംഖ്യകൾ അതൊക്കെയാണ് 1, 1, 0. 1 plus 0 that is 2. Next 2 plus 0 that is 2. ഇവിടെ 2 കിട്ടി, ഇവിടെ 2 കിട്ടി. ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 എന്ന് 2 പോയ 0. That is this number is 12,100 is exactly divisible by 11. നമ്പർ നോക്കാലോ. 1 plus 2 plus 0 equal to 2. 1 plus 2 plus 0 equal to 3. Next 3 plus 0 equal to 3. ഈ 3യും ഈ 3യും തമ്മിലുള്ള ഡിഫറൻസ് 0. ഇവിടെ 0 കിട്ടിയതുകൊണ്ട് ഈ നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11 ആണ്. 13,200 നമുക്ക് 11 വെച്ച് കട്ടാക്കാവുന്നതാണ്. ഒന്നുകിൽ 0 കിട്ടുക, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ കിട്ടിയാൽ മതി.
Next factorize 455 using fundamental theorem of arithmetic or prime factorization method. Fundamental theorem of arithmetic and prime factorization method. 455 5 വെച്ച് വെക്കാം. 5 91 7 13. That is 455 equal to 5 into 7 into 455 equal to factors നോക്കാം. 5 factors 13 1 day equal to 5 into 7 into 13 ആണ് prime factorization. Once more 455 ഈവൻ നമ്പർ അല്ല, 2 വെച്ച് പറ്റില്ല, 3 വെച്ച് പറ്റും. ആഡ് ചെയ്യുമ്പോൾ 14 ആണ് വരുന്നത്. 3 വെച്ച് പറ്റില്ല. 5 91 7 വെച്ച് 13. That is 455 equal to 5 into 7 into 13. Next 4095 prime factorization. Next question 4095 prime factorization. ഇവിടെ 9 4 5 14 4 18 വരുന്നുണ്ട്. അപ്പോൾ 3 വെച്ച് പറ്റും. മുമ്പ് നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പഠിച്ചത് ഇവിടെ ഉപകാരമാകും. 18 വരുന്നുണ്ട്. 3 ഇനി ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 15 വരുന്നുണ്ട്. അപ്പോൾ 3 വെച്ച് പറ്റും. ആ ഡിവിസിബിലിറ്റി അതിൻ്റെ റൂള് പഠിച്ചാൽ ഇത് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 3 4 12 16 3 5 15 5 91 7 13 4013 prime factors is equal to 3 into 5 into 7 into 13. That's equal to 3 into 3 square into 5 into 7 into 13. Once more 4095 അതിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. 18 വരും. 18 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. പ്രൈം ഫാക്ടർ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 പറ്റില്ല, ഈവൻ അല്ല. നെക്സ്റ്റ് വീണ്ടും ആഡ് ചെയ്ത് നോക്കുക. 15 ആണ് സം ഓഫ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുമ്പോൾ 455. അതിനെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 91 7 13 4095 equal to 3 into 5 into 7 into 13. That is 3 square into 5 into 7 into 13. Next factorize ഫണ്ടമെന്റൽ തിയറം അല്ലെ പ്രൈം ഫാക്ടറൈസേഷന് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വെച്ച് നമ്മളിപ്പോൾ ചെയ്തത് വേറൊരു മെത്തേഡ്. ഫാക്ടറൈസ് ത്രൂ ഫാക്ടർ ട്രീ മെത്തേഡ്. ഫാക്ടർ ട്രീ മെത്തേഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 120
120 എത്ര പറ്റും? ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് പറ്റും. 2 6 ഒരു 0 കിട്ടും. 60. ഇനി വീണ്ടും 2 വെച്ച് പറ്റും. ഈവൻ നമ്പർ അല്ലേ? 2 3s are 6, 0 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 30. 2 വെച്ച് പറ്റും. 2 15. 3 വെച്ച് പറ്റും. 5. That is ഫാക്ടർ ട്രീ മെത്തേഡിൽ നമ്മൾ 120യുടെ ഫാക്ടേഴ്സ് കണ്ടു. പ്രൈം ഫാക്ടേഴ്സ് 2 into 2 into 2 2 into 2 into 2 into 3 into 5. That is 2 cube into 3 into 5. 2 cube into 3 into 5. Factorize through factor tree method 120. 120 even number ആണ് 2 വെച്ച് 2 6 ആയിട്ടുള്ള 0 കൊടുത്ത് 60. ഇനി 60 even number ആണ് 60 വെച്ച് 2 3s are 6, 0 ഇട്ട് കൊടുത്തു. 2 15s are 30. 15 3 5. That is 2 into 2 into 2 into 3 into 5 is 120 നമ്മൾ 2 വെച്ച് പറ്റും. 2 6 are 0 60. 120. ഇനി 2 വെച്ച് പറ്റും. 2 3s are 6, 0 30. നെക്സ്റ്റ് 30 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15 3 5. That is 2 into 2 into 2 2 into 2 into 2 into 3 into 5. That is 2 3 times. 2 cube into 3 into 5. Next here. 240 factor tree method. 240 നമുക്ക് 24 എത്രയാണ്? 24 2 വെച്ച് പറ്റും. 12 2s are 24. Then 2 60. 2 30. And 2 15. 2 15 നമുക്ക് 3 5. Then 240 can be written as നോക്കാലോ 2 into 2 into 2 into 2 into 3 into 5. അതായത് 2 into 2 into 2 into 2 into 3 into 5. 2 എത്ര ടൈംസ് ആയി? 4 ടൈംസ്. 2 raised to 4 into 3 into 5. ഫാക്ടർ ട്രീ മെത്തേഡ്. 240 ഈവൻ ആണ് അതുകൊണ്ട് 2 വെച്ച് പറ്റും. 24 2 എത്രയാണ്? 12 ടൈംസ്. 12ന്റെ ടേബിൾ പഠിച്ചാണ്. 12 ടൈംസ്. പിന്നെ 0 ഇട്ട് കൊടുത്തു. 120 12 2 പറ്റും. ഇത് 120 ഈവൻ നമ്പർ ആണ്. 12 2 പറ്റും. 2 6 are 12. പിന്നെ 0 അധികമുള്ള 0 ഇട്ട് കൊടുത്തു. പിന്നെ 60 2 3s are 6, 0 ഇട്ട് കൊടുത്തു. 30. 30 2 15 ടൈംസ്. 15 വീണ്ടും നമുക്ക് പ്രൈം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 3 5s are 15. That is 240 equal to 2 into 2 into 2 into 2 into 3 into 5. That is 2 raised to 4 into 3 into 5. Next, factorize through factor tree method 4095. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ടാണ് ഇത് 4095 ത്രൂ ഫാക്ടർ ട്രീ മെത്തേഡ്. 4095
ഫാക്ടർ ട്രീ അല്ലേ. അപ്പോൾ 18 കിട്ടും സം. അതുകൊണ്ട് 3 വെച്ച് പറ്റും. 3 വെച്ച് എത്ര വരും നോക്കാം. 1365. ഇനി 1365 ആഡ് ചെയ്ത് നോക്കുക. അതിനെ എങ്ങനെ 3 വെച്ച് പറ്റുമോ നോക്കാം നമുക്ക്. 15 വരും സം ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ 3 വെച്ച് പറ്റും. 3 455. 5 5 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 ആണ്. അതുകൊണ്ട് 3 വെച്ച് പറ്റില്ല, 2 വെച്ച് പറ്റില്ല. 5 വെച്ചിട്ട് എത്ര വരും? 91. 91 നോക്കുക. 91 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. 5 വെച്ച് പറ്റില്ല, 2 വെച്ച് പറ്റില്ല, 3 വെച്ച് പറ്റില്ല. 7 വെച്ച് നോക്കാം. 7 into 13. And factor tree method 4095. That is 4095 equal to 3 into 5 into 7 into 13. That's equal to 3 square into 5 into 7 into 13. These are primes. And once more 4095. 4095 the numbers add ചെയ്ത് നോക്കുമ്പോൾ 18 ആണ് വരുന്നത്. 18 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 3 കൊണ്ട് പറ്റും. 1365. 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വരും. ഇനി ഇതിനെ വീണ്ടും ആഡ് ചെയ്ത് നോക്കുക. 15 ആണ് ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. അതുകൊണ്ട് 3 കൊണ്ട് പറ്റും. ഇത്രയും കിട്ടും. 455 3. 455നെ 3 വെച്ച് പറ്റില്ല. 14 ആ സം വരുന്നത്. അതുകൊണ്ട് 5 വെച്ച് 91. 91ല് 2 വെച്ച് പറ്റില്ല. 3 4 5 2 പറ്റില്ല. ഈവൻ നമ്പർ അല്ല. 3 വെച്ച് പറ്റില്ല. സം 10 ആണ് വരുന്നത്. 5 വെച്ച് പറ്റില്ല. 5 0 എൻഡ് ചെയ്യണം. 7 അടുത്ത പ്രൈം നമ്പർ 7 നോക്കുമ്പോൾ 13 times. That is 4095 equal to 3 into 5 into 7 into 13. Factor tree method. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതിനനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ തുടരുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.